മുതലാളി, പങ്കജാക്ഷിയെ നമ്മുടെ പക്ഷത്തേക്ക് മറിച്ചാലോ? അതെങ്ങനെയാ? അവൾ പപ്പുവിന്റെ ജ്യേഷ്ഠന്റെ മോളല്ലേ? ചിന്താ ജെറോമിനെയാണ് ആദ്യമായി രാഹുൽ പരസ്യമായി പ്രപ്പോസ് ചെയ്തത്. നീ കുടുംബം കലക്കാൻ വേണ്ടിയാണ് വന്നത്. എന്റെ കൈവെള്ളിട്ടാ ഞാൻ കുടുംബം കൊണ്ടുപോണത്. എന്നെ ആദ്യമായി പ്രപ്പോസ് ചെയ്ത രാഹുലല്ല, എന്നെ പ്രപ്പോസ് ചെയ്ത പലല്ലോ. ആ പറഞ്ഞ നാക്കൊന്ന് കാണിച്ചേ. വെറുതെ ചിരിപ്പിക്കരുത്. അല്ല, അതിനകത്ത് ഈ ട്രോളിന്റെ വലിയ വിക്ടിം ട്രോളൊന്നുമല്ല, രാഹുല് സീരിയസ് ആയിരുന്നു. ഒന്ന് രണ്ട് ദിവസം എന്റെ മനസ്സൊന്ന് ആടി എന്നുള്ളത് സത്യം. ഇപ്പതാ ഇതിനകത്തെ കറുപ്പൊക്കെ പോയി. സാഹചര്യം ചിന്ത ശരിക്കും ഇഷ്ടമായിരുന്നു ആ സമയത്ത്. അതിനകത്ത് ഇഷ്ടല്ലേ? ഇഷ്ടല്ലേ? അങ്ങനെ ഇഷ്ടക്കുറവൊന്നുമില്ല. ചിന്ത ആർക്കും ഇഷ്ടമല്ലാത്ത അതെ അതെ. ചിന്ത ആർക്കും ഇഷ്ടം. എനിക്ക് വയ്യ. അത് എന്റെ രോഗം നമുക്ക് പൊടിയിട്ടാ. കുറെ വർഷമായി. അപ്പം 2016 തോന്നുന്നു. 17 എടാ, നീ അവള് പറഞ്ഞത് കേട്ടാ? 17 ചിന്ത ഓർത്ത് വെച്ചേക്കാം. അവൾക്കും ചെറിയൊരു ഇഷ്ടം. പരസ്യമായി ഒരുപാട് പേര് പ്രപ്പോസ് ചെയ്തിട്ടും ഈ വർഷം ഓർമ്മ വെക്കുന്നതിന് മാത്രം ഓർമ്മിച്ചിരിക്കുന്ന എന്താ കാര്യം? ഇതിൽ നിന്നും നമുക്കെന്താ മനസ്സിലാവുന്നത്? രണ്ട് മത്സര പിടുത്തക്കാർ തമ്മിൽ സ്നേഹിച്ചാൽ ഇങ്ങനെ ഇരിക്കും. പുറമേ ഗുസ്തി കണ്ടു നിൽക്കുന്ന നമ്മളൊക്കെ മണ്ടന്മാരും. എന്നെ പ്രപ്പോസ് ചെയ്ത എല്ലാവരുടെയും വർഷവും തീയതി എനിക്ക് ഓർമ്മ. അതായത് നിന്നോടൊക്കെ ഒന്നുമില്ലാന്ന്. അങ്ങനൊന്നുമല്ല അത്. തീരുമാനാക്കിയാലോ? അതെ, നമുക്ക് തീരുമാനാക്കാം. അല്ല അരുൺ, അതൊക്കെ അവർക്ക് എന്നെ പിടിച്ചല്ലേ ഉള്ളൂ. പിടിക്കുമടാ, അല്ലെങ്കിൽ ഞങ്ങ പിടിപ്പിക്കും. എന്താ തീരുമാനം? അല്ല, എന്നായാലും നീ കെട്ടണം. പ്രേക്ഷകർക്ക് അറിയണം ചിന്ത കല്യാണം കഴിക്കുന്നുണ്ടോ ഇല്ലയോ? കെട്ടാന്ന് പറയാം. മൊബൈൽ നമ്പറൊക്കെ ഞാൻ വാങ്ങി തരാം. ഞങ്ങളുടെ രണ്ടുപേരുടെയും ആശയധാരകളും പ്രത്യയശാസ്ത്ര ധാരകളും വ്യത്യസ്തമാണ്. അതെ, ഇവിടെ കെട്ടിക്കഴിഞ്ഞ ഭയങ്കര പ്രശ്നങ്ങളുണ്ട്. ഇവിടെ കെട്ടിക്കഴിഞ്ഞ ഇവിടെ സങ്കടം ചേരേണ്ടി വരും. കേരളത്തിൽ മാത്രമേ പ്രശ്നമുള്ളൂ. അവരുടെ കല്യാണമൊക്കെ കർണാടക നടത്താം. അരുണേ, മനുഷ്യ ഇവിടെ തീ നിൽക്കുമ്പോ കളിയാക്കല്ലേ? ഇതിനിടെ കൂടെ അങ്ങനെ അങ്ങ് ഉണ്ടാക്കണ്ട. പ്രശ്നങ്ങൾ രണ്ട് പ്രയാസങ്ങളാണ് ഉള്ളത്. ഒന്ന് എനിക്കൊരിക്കലും യോജിച്ചു പോകാൻ പറ്റാത്തൊരു നിനക്ക് മറ്റേ ഡയലോഗ് കൂടി പറയായിരുന്നില്ല ഒരു ഭംഗിക്ക്? എന്ത്? നിനക്ക് എന്നെക്കാൾ നല്ല പെണ്ണിനെ കിട്ടുന്നു. അവളോട് പോവാൻ പറ. അവളേക്കാൾ സുന്ദരിയായിട്ടുള്ള ഒരു പെണ്ണിനെ നിനക്ക് ഞങ്ങള് കെട്ടിച്ചേരും. പ്രത്യയശാസ്ത്രപരമായ ഒരു നോ കേൾക്കുന്ന ആദ്യമായിട്ടാ. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. രണ്ടാമത്തത് രാഹുൽ ഗാന്ധിയുടെ കഴിയുന്നവരെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് മോങ്ങണ്ടായിരുന്ന പട്ടിയെടുത്ത് തേങ്ങ വീണെന്ന് കേട്ടിട്ടുള്ളൂ. ഒരുമാതിരി